നമസ്കാരം. രാജ്യത്തിൻ്റെ ഭരണഘടന പൊളിച്ചെഴുതാൻ പദ്ധതിയിട്ട BJPക്കും മോദിക്കും രാജ്യത്തെ ജനങ്ങൾ തന്നെ അതിൻ്റെ ചൂട് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 മാസം പിന്നിടുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ജൂൺ 4-ാം തീയതി BJPക്കേറ്റ അടിയിൽ അമിത്ഷായ്ക്കും മോദിക്കും അതിൻ്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അരങ്ങേറിയ സംഭവങ്ങൾ. അതോടെ രാജ്യം മുഴുവൻ പ്രതിഷേധവുമായി എത്തുകയാണ്. BR അംബേദ്കർക്കെതിരായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അപകീർത്തികരമായിട്ടുള്ള പരാമർശത്തിനെതിരെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ്. അംബേദ്കറുടെ ചിത്രവുമായിട്ടാണ് MP-മാർ പ്രതിഷേധത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. അമിത്ഷാ മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് സഭയിലും അംബേദ്കറുടെ ചിത്രം ഉയർത്തി പ്രതിഷേധം ശക്തമായി. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം ശക്തമാക്കിയതോടുകൂടി ലോക്സഭയിലെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. എല്ലാം സ്തംഭിക്കുന്ന അവസ്ഥയായിരുന്നു. രാജ്യസഭയിലും ഇതേ അവസ്ഥയായിരുന്നു ഉണ്ടായത്. പ്രതിഷേധത്തിൽ വലിയ ബഹളമുണ്ടായി. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് രാജ്യസഭ സ്തംഭിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിതാകട്ടെ 400 സീറ്റുകളാണ്. ഇത്തവണ 400 എന്നതായിരുന്നു മോദിയുടെ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. രാജ്യത്തിൻ്റെ ഭരണഘടന പൊളിച്ചെഴുതാൻ 2/3 ഭൂരിപക്ഷം വേണമെന്നാണ് നിയമം. 364 സീറ്റുകൾ നേടുന്നതോടെ 2/3 ഭൂരിപക്ഷമാകും. എന്നാൽ BJP സ്വപ്നം കണ്ട 400 സീറ്റുകൾ നേടുന്നതോടെ ഏകാധിപതിയായിക്കൊണ്ട് രാജ്യം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാമെന്നായിരുന്നു BJPയും മോദിയും ഒക്കെ തന്നെ കരുതിയിരുന്നത്. BJP ആകട്ടെ BR അംബേദ്കർ എഴുതിയ ഭരണഘടന ഇല്ലാതാക്കാൻ പോകുന്നുവെന്നൊരു വാർത്ത അത് രാജ്യം മുഴുവൻ വളരെ ഞെട്ടലോടെയാണ് കേട്ടതും കണ്ടതും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗവും ദളിതരും പിന്നോക്കക്കാരും ഒന്നടങ്കം BJPക്ക് ചുട്ട മറുപടി ഇലക്ഷനിൽ നൽകി. അങ്ങനെ ഇത്തവണ 400-ലധികമെന്ന് പറഞ്ഞു നടന്നിരുന്ന മോദിയുടെ സ്വപ്നം തകർന്നടിഞ്ഞു. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഘടകകക്ഷികളുടെയൊക്കെ തന്നെ കാല് പിടിച്ച് അവരുടെ പിൻബലത്തോടുകൂടി ഇപ്പോൾ മോദി രാജ്യം ഭരിക്കുമ്പോൾ നഷ്ടമായിരിക്കുന്ന ഏകാധിപതിയാകാനുള്ള സൗഭാഗ്യം നഷ്ടമായിരിക്കുന്ന ദുഃഖത്തിൽ ഇപ്പോൾ തലതല്ലി പൊട്ടിക്കരയുകയാണ് മോദിയും അമിത്ഷായും. കോൺഗ്രസ് ആണെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ ഭരണഘടന കയ്യിൽ പിടിച്ചാണ് ഇപ്പോൾ കരുനീക്കങ്ങളെല്ലാം തന്നെ മുഴുവൻ നടത്തുന്നത്. അതിൻ്റെ പിരിമുറുക്കത്തിലാണ് ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള BR അംബേദ്കറെ വരെ ഇപ്പോൾ അമിത്ഷാ വിമർശിച്ചും അതുപോലെ തന്നെ അപമാനിച്ചും നീങ്ങുന്നത്. അതിനുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം തന്നെ ഒറ്റക്കെട്ടാക്കിയതും ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.